ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 22/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. താങ്കളുടെ മനസ്സ് ഒരു സ്മാർട്ട് ഫോണാണ്. നല്ലൊരുപമാ. അതെ, ആ സ്മാർട്ട് ഫോണിൽ ഒരേ സമയം നൂറുകണക്കിന് ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിലെ ടെൻഷനുകൾ, കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ, അടുത്ത സുഹൃത്തുമായുള്ള ചെറിയൊരു പിണക്കം, നാളത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, അങ്ങനെ പലതും. ശരിയാണ്, നമ്മളിതൊന്നും സജീവമായി ചിന്തിക്കുന്നില്ലായിരിക്കും. അതെ, ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ താങ്കളുടെ ആത്മീയ ഊർജത്തിന്റെ ബാറ്ററി മുഴുവൻ വലിച്ചെടുത്ത് 1% എത്തിച്ചിരിക്കുകയാണ്. സത്യം. ഇന്നത്തെ ഈ വിവരസാങ്കേതിക യുഗത്തിൽ നാം എല്ലാവരും അനുഭവിക്കുന്നൊരു തളർച്ചയാണിതല്ലേ? ഇവിടെയാണ് സ്രോതസ്സുകളിലൂടെ നാം ഇന്ന് നടത്തുന്ന യാത്രയുടെ പ്രസക്തി. തീർച്ചയായും. ശാരീരികമായ ബന്ധങ്ങളുടെ ഈ വലിയ വലയിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങനെ ഒരു അശരീരി അവസ്ഥ, അതായത് ആ ഒരു ബോഡിലെസ് സ്റ്റേറ്റ് കൈവരിക്കുക എന്നാണ് നാം ഇന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഈ ആപ്പുകളുടെ ഉദാഹരണം നമ്മൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നത്തെ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. അതെ, ഈ ഊർജ്ജച്ചോർച്ച കേവലം ഒരു മാനസികമായ ക്ഷീണമല്ല. നാം ഇപ്പോൾ ജീവിക്കുന്നത് കലിയുഗത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണെന്ന് ബാബ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാബ ഇതിനെ ഘോര അന്ധകാരമെന്നാണ് വിളിക്കുന്നത്. ഘോര അന്ധകാരം. അതെ, ഈ അന്ധകാരമെന്ന് പറയുന്നത് പുറത്തുള്ള ഇരുട്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഊർജം മുഴുവൻ ചോർന്നുപോയി. സത്യമെന്താണ്, മിഥ്യ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്രയും ശൂന്യമായ ഒരവസ്ഥയാണ്. ഭയങ്കരമായ ഒരു അവസ്ഥ തന്നെയാണത്. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊടുക്കാൻ ബാബ പഠിപ്പിക്കുന്ന ഓർമ്മയുടെ യാത്ര കേവലം കണ്ണടച്ചിരുന്ന് ഒന്നും ചിന്തിക്കാതിരിക്കുന്നൊരു പ്രക്രിയയല്ല. പിന്നെ എന്താണത്? അത് ആത്മാവിലെ കറ, അതായത് ജന്മജന്മാന്തരങ്ങളായി അടിഞ്ഞുകൂടിയ അഴുക്കുകളെ ഇളക്കിക്കളയാനുള്ള വളരെ സജീവമായ കർമ്മനിരതമായ ഒരു പ്രക്രിയയാണ്. ആ കർമ്മനിരതമായ പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മെ ശരിക്കും തടഞ്ഞു നിർത്തുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ എന്തൊക്കെയാണെന്ന് ബാബ ഇതിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അതെ, പറയുന്നുണ്ട്. അതായത് കുടുംബം, മുത്തശ്ശൻ, അമ്മാവൻ, ഗുരു തുടങ്ങി ദേഹത്തോട് ചേർന്നുള്ള സകല ബന്ധങ്ങളെയും ബാബ ഒരു വലിയ ചിലന്തി വലയോടാണ് ഉപമിക്കുന്നത്. ശരിയാണ്, ചിലന്തി വല. സാധാരണ നമ്മൾ കരുതുന്നത് ഈ ബന്ധങ്ങളൊക്കെ ഒരു സുരക്ഷിതത്വമാണെന്നാണ്. എന്നാൽ ബാബ പറയുന്നത് ഈ ചിലന്തി വല നമ്മെ പൂർണ്ണമായും വിഴുങ്ങുമെന്നാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അവിടെ ബാബ ഉപയോഗിക്കുന്ന വളരെ ശക്തമായൊരു വാചകമുണ്ട്: താങ്കൾ മരിച്ചാൽ ലോകം മരിച്ചു എന്ന്. വളരെ ആഴമുള്ള വാക്കുകൾ. ഇത് കേൾക്കുമ്പോൾ ജീവിച്ചിരിക്കെ തന്നെ എല്ലാ ബാഹ്യമായ പഞ്ചായത്തുകളും ഉത്തരവാദിത്വങ്ങളും മറന്ന് നമ്മൾ ഒന്നിനോടും പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് പോകണമെന്നാണോ അർത്ഥമാക്കുന്നത്? ഈ ചിലന്തി വലയിൽ നിന്ന് രക്ഷപ്പെടുക എന്നാൽ ബാഹ്യലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്യുക എന്നാണോ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നാം. പക്ഷേ ഇവിടെ നടക്കുന്ന പ്രക്രിയ വളരെ വ്യത്യസ്തമാണ്. ചിലന്തി വലയുടെ പ്രത്യേകത എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ പെട്ടാൽ പിന്നെ ഇളകാൻ കഴിയില്ല. അതെ, അത് വളരെ നേർത്തതാണ്. എന്നാൽ അതിൽ പെട്ടുപോയാൽ കുതലും തോറും നമ്മൾ കൂടുതലായി അതിൽ കുരുങ്ങിക്കൊണ്ടിരിക്കും. ബാബ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട് വിട്ടിറങ്ങി കാട്ടിൽ പോകണമെന്നല്ല. ഓഹോ, അങ്ങനെയല്ല. താങ്കൾ മരിച്ചാൽ ലോകം മരിച്ചു എന്നതിന്റെ അർത്ഥം ഭൗതികമായ മരണമല്ല. അത് ദേഹാഭിമാനത്തിന്റെ, അതായത് ഞാൻ എന്ന അഹങ്കാരത്തിന്റെ മരണമാണ്. ഞാൻ എന്ന ഭാവം. അതെ, ഞാനാണ് ഈ കുടുംബം നോക്കുന്നത്, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെയുള്ള ആ വലിയ ഭാരമാണ് നമ്മുടെ യഥാർത്ഥ പഞ്ചായത്തുകൾ. ആ ദേഹാഭിമാനം മരിക്കുമ്പോൾ താങ്കളുടെ ഉള്ളിലെ ആ പഴയ ലോകം മരിക്കുന്നു. മനസ്സിലായി. അപ്പോൾ താങ്കൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം. മറിച്ച് ഫോണിലെ ആപ്പുകളെല്ലാം ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ പ്രോസസർ മാത്രം പ്രവർത്തിക്കുന്നതുപോലെ താങ്കൾ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്ത് കർമ്മങ്ങൾ ചെയ്യുന്നു. അതായത് ഇത് വെറുതെ ശാന്തിയിലിരിക്കുന്ന ഒരു അലസതയല്ല, അല്ലേ? തീർച്ചയായുമല്ല. ഈ ഓർമ്മയിലൂടെ വികർമ്മങ്ങൾ വിനാശമാകുന്നു എന്നതാണ് ബാബ ഊന്നി പറയുന്നത്. ദേഹാഭിമാനത്തിൽ നിന്ന് ഉപരിയായി ചിന്തിക്കുമ്പോൾ മാത്രമാണ് ആത്മാവിലെ കറ യഥാർത്ഥത്തിൽ ഇറങ്ങിപ്പോകുന്നത്. ദേഹാഭിമാനം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുക എന്നത് കേൾക്കാൻ വളരെ എളുപ്പമാണ്.
എന്നാൽ പ്രായോഗികമായി ഇതെങ്ങനെ സാധ്യമാകും എന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. ശരിയാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണത്. ബാബ പറയുന്നത് അതിരാവിലെ ഈ ഓർമ്മയിലിരിക്കണം, ഇല്ലെങ്കിൽ മായയുടെ കൊടുങ്കാറ്റ് വരുമെന്നാണ്. ബുദ്ധിയോഗം മുഴുവൻ ജോലി കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും. തീർച്ചയായും. എന്നാൽ അതുമാത്രമല്ല, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോഴും എന്തിന് ഭക്ഷണം കഴിക്കുമ്പോഴും വരെ നമ്മൾ ശിവബാബയുടെ ഓർമ്മയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിലൊരു രസകരമായ അനുഭവക്കുറിപ്പ് സ്രോതസ്സുകളിൽ കാണാം. എന്താണത്? ബാബയ്ക്ക് പലരും കത്തെഴുതാറുണ്ടത്രേ. ഓഫീസിലെ കസേരയിലിരുന്ന് ഓർമ്മയിലിരിക്കുമ്പോൾ ചിലർ അദൃശ്യമായിരിക്കുന്നതുപോലെ, അതായത് തികച്ചും അശരീരിയായി കാണപ്പെടുന്നുവെന്ന്. അശരീരിയായിട്ട്? അതെ. ചിലരുടെ കണ്ണ് അടഞ്ഞിരിക്കും, ചിലരുടെ കണ്ണ് തുറന്നിരിക്കും, പക്ഷെ അവർ അവിടെ ഇല്ലാത്തതുപോലെ തോന്നും. ഓഫീസിലെ മീറ്റിംഗുകൾക്കും ഫോൺ കോളുകൾക്കും ഇടയിൽ എങ്ങനെയാണ് ഒരാൾക്കിങ്ങനെ അദൃശ്യനാകാൻ കഴിയുക? അതൊരു പ്രത്യേക അവസ്ഥയാണ്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഈ ആധുനിക മനഃശാസ്ത്രം പറയുന്ന ആ ഒരു ഫ്ലോ സ്റ്റേറ്റ് ആണെന്ന്? അതായത് ഒരു ജോലിയിൽ നമ്മൾ പൂർണ്ണമായും ലയിച്ചു ചേരുമ്പോൾ ചുറ്റുപാടുകൾ മറന്നുപോകുന്ന ആ അവസ്ഥ. ഫ്ലോ സ്റ്റേറ്റ് എന്ന താങ്കളുടെ ആ താരതമ്യം വളരെ കൗതുകകരമാണ്. എന്നാൽ രാജയോഗത്തിന്റെ മെക്കാനിസം പ്രവർത്തിക്കുന്നത് ഫ്ലോ സ്റ്റേറ്റിന്റെ നേരെ വിപരീത ദിശയിലാണ്. വിപരീത ദിശയിലോ? അതെങ്ങനെ? അതായത് ഫ്ലോ സ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? താങ്കൾ ചെയ്യുന്ന ഭൗതികമായ ആ ജോലിയിൽ അതൊരു കോഡിംഗ് ആകാം, അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് ആകാം. അതിൽ താങ്കളുടെ മനസ്സ് പൂർണ്ണമായും ലയിക്കുകയാണ്. അവിടെ താങ്കൾ ആ കർമ്മവുമായി ഒന്നായി മാറുന്നു. അതെ, നമ്മൾ അതിൽ മുഴുകിപ്പോകും. എന്നാൽ ബാബ പഠിപ്പിക്കുന്ന രാജയോഗത്തിൽ താങ്കളുടെ കൈകൾ ഭൗതികമായ ജോലി ചെയ്യുമ്പോഴും താങ്കളുടെ ബുദ്ധി ആ ജോലിയിലല്ല, മറിച്ച് ഈ ഭൗതിക ലോകത്തിന് പുറത്തുള്ള പരമാത്മാവുമായി, അതായത് പതിതപാവനനായ ബാബയുമായി നേരിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വാഹ്, ശരിക്കും ഇതൊരു മാനസിക ഏകാഗ്രത മാത്രമല്ല അല്ലേ? അല്ല. ശൂദ്രരിൽ നിന്ന് ആത്മീയ ബ്രാഹ്മണരായി മാറിയവർക്ക് ലഭിക്കുന്ന അതീന്ദ്രിയ സുഖമാണിത്. ഒരു രഹസ്യസേനയെ പോലെയാണിത് പ്രവർത്തിക്കുന്നത്. ഒരു രഹസ്യസേന. നല്ല പ്രയോഗം. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് താങ്കൾ കസേരയിലിരുന്ന് ടൈപ്പ് ചെയ്യുകയാണെന്ന് തോന്നും. പക്ഷെ താങ്കളുടെ ബുദ്ധി അവിടെ അലയുന്നില്ല. ബാബ ചരട് വലിക്കുന്നു, കുട്ടികൾ ആനന്ദത്തിലിരിക്കുന്നു എന്ന് സ്രോതസ്സുകൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശിവബാബയോടൊപ്പം കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് ആ ബുദ്ധിയുടെ കണക്ഷൻ നിലനിർത്താനുള്ള ഒരു പരിശീലനമാണ്. കൃത്യമായി പറഞ്ഞു. അതാണ് പരിശീലനം. അപ്പോൾ ഭൗതിക ലോകത്ത് ശരീരം കൊണ്ട് നിൽക്കുമ്പോഴും ബുദ്ധി കൊണ്ട് മറ്റൊരു തലത്തിൽ ജീവിക്കുക, ഇതൊരു അവിശ്വസനീയമായ അവസ്ഥയാണ്. പക്ഷെ എനിക്കിവിടെ ഒരു വലിയ സംശയം തോന്നുകയാണ്. ചോദിക്കൂ, എന്താണ് സംശയം? ഇത്രയും ആഴത്തിലുള്ള ഒരു ഓർമ്മയും ഇത്രയും വലിയൊരു തിരുത്തലും നമുക്കിപ്പോൾ എന്തിനാണ് ആവശ്യമായി വരുന്നത്? ഇവിടെയാണ് ബാബ പറയുന്ന ലോകത്തിന്റെ യഥാർത്ഥ ചരിത്രവും കാലചക്രവും കടന്നുവരുന്നത്. വളരെ ശരിയാണ്. ആ കാലചക്രം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകം ഇപ്പോൾ കലിയുഗത്തിന്റെ ആരംഭത്തിലല്ല, അവസാനത്തിലാണെന്ന് ബാബ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഒരു കണക്ക് ആരെയും ചിന്തിപ്പിക്കുന്നതാണ്. ഏതാണ് ഈ കണക്ക്? ബ്രഹ്മാവിൽ നിന്ന് വിഷ്ണുവാകാൻ വെറും 1 സെക്കൻഡ് മതി. അതായത് മനുഷ്യനിൽ നിന്ന് ദേവതയാകാനുള്ള ആ തിരിച്ചറിവിന് ഒരൊറ്റ സെക്കൻഡ് മതി. എന്നാൽ തിരിച്ച വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവാകാൻ, അതായത് ദേവതാവസ്ഥയിൽ നിന്ന് താഴേക്ക് പതിക്കാൻ 5000 വർഷങ്ങളെടുക്കുന്നു. അത് വളരെ വലിയൊരു കാര്യമാണ്. ക്രിസ്തുവിന് 3000 വർഷം മുൻപ് ഭാരതം പൂർണ്ണമായും സ്വർഗമായിരുന്നുവെന്നും അന്ന് വേറെ ധർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ബാബ പറയുന്നു. എന്നാൽ 84 ജന്മങ്ങളെടുത്ത് താഴേക്കിറങ്ങി ഭാരതവാസികൾക്ക് പൂർണ്ണമായ അധപതനം സംഭവിച്ചു. അതെ, സംഭവിച്ചു. ഇവിടെയാണ് എന്റെ ചോദ്യം. നമ്മൾ അത്രയും വലിയ സ്വർഗവാസികളായിരുന്നുവെങ്കിൽ, ഇത്രയും ഉയർന്ന ബോധതലത്തിൽ ജീവിച്ചവരായിരുന്നുവെങ്കിൽ, ഈ 84 ജന്മങ്ങൾക്കിടയിൽ നമുക്ക് ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചുവെന്ന് നമ്മൾ എന്തുകൊണ്ടറിഞ്ഞില്ല? നമ്മൾ എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ എത്തിയതെന്ന സത്യം മനുഷ്യരാശി ഒന്നടങ്കം മറന്നുപോകാൻ മാത്രം എന്താണവിടെ സംഭവിച്ചത്? ആ മറവി ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ രഹസ്യം. മനഃശാസ്ത്രത്തിൽ ബോയിലിംഗ് ഫ്രോഗ് എഫക്റ്റ് എന്നൊരു പ്രയോഗമുണ്ട്. ബോയിലിംഗ് ഫ്രോഗ് എഫക്റ്റ് കേട്ടിട്ടുണ്ട്. ഒരു തവളയെ ചൂടുവെള്ളത്തിലിട്ടാൽ അത് പെട്ടെന്ന് ചാടി രക്ഷപ്പെടും. എന്നാൽ തണുത്ത വെള്ളത്തിലിട്ട് വളരെ പതുക്കെ ചൂടാക്കിയാൽ ആ താപനിലയിലെ മാറ്റം തിരിച്ചറിയാൻ കഴിയാതെ അതിൽ കിടന്ന് വെന്തുമരിക്കും. ഭയങ്കരമായൊരു ഉദാഹരണമാണല്ലോ ഇത്. ഇത് തന്നെയാണ് കഴിഞ്ഞ 5000 വർഷങ്ങളായി മനുഷ്യരാശിക്ക് സംഭവിച്ചത്.
ആ കോവണിപ്പടി ഇണക്കം അത്രത്തോളം സൂക്ഷ്മമായിരുന്നു. ഓരോ ജന്മമെടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ ആത്മീയ ഊർജം വളരെ കുറഞ്ഞ അളവിൽ ചോർന്നുകൊണ്ടിരുന്നു. അതായത് മുൻപത്തെ ജന്മവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കുറവ് നമുക്കൊരു വലിയ മാറ്റമായി തോന്നിയില്ല അല്ലേ? കൃത്യം. അങ്ങനെ തലമുറകൾ കഴിയുന്തോറും നാം പുതിയൊരു നോർമൽ അവസ്ഥയുമായി പൊരുത്തപ്പെട്ടു. മായ നമ്മുടെ വിവേകത്തെ എത്രത്തോളം നശിപ്പിച്ചുവെന്ന് ബാബ പറയുന്നത് ഇവിടെയാണ്. ശരിയാണ്. പവിത്രമായ ദേവീദേവതകളായിരുന്നവരെ രാവണൻ, അതായത് വികാരങ്ങൾ പതിതമാക്കി മാറ്റി. ആ മാറ്റം വളരെ പതുക്കെ ആയിരുന്നതുകൊണ്ടാണ് സ്വന്തം ധർമ്മത്തെയും കർമ്മത്തെയും നാം പൂർണ്ണമായും മറന്നുപോയത്. അപ്പോൾ അതാണ് ഈ ഡ്രാമയുടെ ആദ്യമധ്യ അന്ത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത. അതെ, ലിബറേറ്ററും ഗൈഡുമായ ബാബയ്ക്ക് നേരിട്ട് വന്ന് ഈ ഗീതാജ്ഞാനം നൽകേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ പൂർണ്ണമായും മറന്നുപോയൊരു സ്മൃതിയെ ഉണർത്താൻ നമ്മളെപ്പോലെ ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു മനുഷ്യന് കഴിയില്ല. അത് വളരെ കൃത്യമായ ഒരു വിശദീകരണമാണ്. ആ ബോയിലിംഗ് ഫ്രോഗ് ഉദാഹരണം ഇതിനെ എത്ര മനോഹരമായാണ് വ്യക്തമാക്കുന്നത്. സ്വന്തം യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായും ബോധവാന്മാരായാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് അടുത്ത പടി. അവിടെയാണ് ഈ ചർച്ച അതിന്റെ ഏറ്റവും മനോഹരമായ തലത്തിലേക്ക് കടക്കുന്നത്. ബാബ പറയുന്നത് ഭാരതവാസികളായ നമ്മൾ ഓരോരുത്തരും വെറും വ്യക്തികളല്ല, മറിച്ച് മാസ്റ്റർ ബീജ രൂപമായി മാറണമെന്നാണ്. മാസ്റ്റർ ബീജ രൂപം. ഇരുട്ടിൽ വഴിതെറ്റി നിൽക്കുന്ന മറ്റുള്ളവർക്ക് വീട്ടിലേക്കുള്ള വഴികാട്ടിക്കൊടുക്കുന്ന ആത്മീയ ലൈറ്റ് ഹൗസായി മാറണം. ബാബയുടെ ഇന്നത്തെ വരദാനത്തിൽ പറയുന്ന വാചകം കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഊർജമുണ്ട്. ഞാൻ ബാബ്ദാദയുടെ പ്രകാശരത്നമാണ്. വളരെ ശക്തമായൊരു സ്വമാനമാണത്. ഈ ഒരു ഈശ്വരീയ അഭിമാനത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യണം. കണ്ണുകളിലോ ദൃഷ്ടിയിലോ വേറെ യാതൊരു വസ്തുവും ഉൾച്ചേരരുത്. വാക്കിലും പെരുമാറ്റത്തിലും മധുരതയും സരളതയും ഉണ്ടായിരിക്കണം. എല്ലാം ബാബയ്ക്ക് അർപ്പിക്കുന്നവനാണ് യഥാർത്ഥ ട്രസ്റ്റി എന്ന സ്ലോഗനും ഇതിനോട് ചേർത്തു വായിക്കണം. തീർച്ചയായും. എനിക്കിവിടെ തോന്നുന്നൊരു കാര്യമുണ്ട്. കടലിൽ വലിയ കൊടുങ്കാറ്റിൽപ്പെടുന്ന കപ്പലുകളെ രക്ഷിക്കാൻ ഒരു ലൈറ്റ് ഹൗസ് ഒരിക്കലും ആ കപ്പലുകളുടെ അടുത്തേക്ക് ഓടിപ്പോകാറില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. മറിച്ച് താൻ നിൽക്കുന്ന പാറപ്പുറത്ത് വളരെ ഉറച്ചുനിന്ന് ഒരു വലിയ പ്രകാശം പരത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണോ ബാബ പറയുന്ന ഈ ലൈറ്റ് ഹൗസ്? നമ്മൾ മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാൻ പോകുന്നതിന് പകരം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് വഴികാട്ടിയാകുക എന്നതാണോ ബാബ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. ആ ലൈറ്റ് ഹൗസ് ഉപമ ബാബ പറയുന്ന ആശയത്തിന്റെ കൃത്യമായ ചിത്രമാണ് നൽകുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ആത്മീയ സേവനം എന്നാൽ മറ്റുള്ളവരെ വാചാലമായി ഉപദേശിക്കുന്നതാണെന്നാണ്. അതെ, ഭൂരിഭാഗം പേരും അതാണ് വിചാരിക്കുന്നത്. എന്നാൽ ബാബയുടെ അവ്യക്ത സൂചനകൾ വളരെ വ്യത്യസ്തമായൊരു തലമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മഹാനാകുന്നതിന് മധുരതയുടെയും നമ്രതയുടെയും ഗുണം ധാരണ ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരു ദൗർബല്യമല്ല, മറിച്ച് അതിശക്തമായൊരവസ്ഥയാണ്. ശക്തമായ അവസ്ഥ. ഒരു ലൈറ്റ് ഹൗസ് എങ്ങനെയാണ് കൊടുങ്കാറ്റിനെ നേരിടുന്നത്? അതിന് കൊടുങ്കാറ്റിനോട് യാതൊരു പരാതിയുമില്ല. അതതിൻ്റെ പ്രകാശം പുറപ്പെടുവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ യാതൊരു പരാതികളുമില്ലാതെ സ്വന്തം ഉയർന്ന അഭിമാനത്തിൽ, അതായത് താനൊരു പ്രകാശരത്നമാണ് എന്ന ചിന്തയിൽ ഒരാൾ സ്ഥിതി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? എന്താണ് സംഭവിക്കുന്നത്? ഭിന്ന ഭിന്ന തരത്തിലുള്ള പരവശതകൾ, അതായത് ബാഹ്യമായ സാഹചര്യങ്ങളോടുള്ള നമ്മുടെ ആശ്രിതത്വം സ്വതവേ ഇല്ലാതാകും. അപ്പോൾ ബാബ പറയുന്നതുപോലെ മറ്റുള്ളവരുടെ ബഹുമാനം നമുക്ക് സ്വാഭാവികമായി ലഭിക്കും. അതാണ് ബാബയ്ക്ക് സമാനമായ മംഗളകാരിയായ അവസ്ഥ. വളരെ ശരിയാണ്. ആ മധുരതയും സരളതയും നമ്മുടെ സ്വഭാവത്തിൽ വരുമ്പോൾ നാം ആരെയും തിരുത്താൻ പോകുന്നില്ല, മറിച്ച് നമ്മുടെ അസ്തിത്വം തന്നെ അവർക്കൊരു ഉത്തരമായി മാറുന്നു. ആ ലൈറ്റ് ഹൗസിന്റെ പ്രകാശം കണ്ട് കപ്പലുകൾ സ്വയം അവരുടെ വഴി കണ്ടെത്തുമോ? എത്ര മനോഹരമായൊരു കാഴ്ചപ്പാടാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പഠന സ്രോതസ്സുകളിലൂടെ വളരെ ആഴത്തിലുള്ളതും എന്നാൽ പ്രായോഗികവുമായ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തുടക്കത്തിൽ നമ്മൾ കണ്ടത് ബന്ധങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ആ വലിയ ചിലന്തി വലയെക്കുറിച്ചാണ്. അതിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജചോർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ബാബ നൽകിയ അതിശയകരമായ അശരീരിയാവസ്ഥ നമ്മൾ മനസ്സിലാക്കി. അശരീരിയാവസ്ഥ. പിന്നീട് വെറുതെ കണ്ണടച്ചിരിക്കാതെ നമ്മുടെ തിരക്കിനുമിടയിലും, എന്തിന് ഒരു ഓഫീസ് കസേരയിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ പോലും അതീന്ദ്രിയ സുഖത്തോടെ കാത്തുസൂക്ഷിക്കേണ്ട ആ ഓർമ്മയുടെ യാത്രയുടെ മെക്കാനിസം നമ്മൾ പരിശോധിച്ചു. തീർച്ചയായും.
5000 വർഷത്തെ കാലചക്രവും ഭാരതത്തിന്റെ ചരിത്രവും വിശകലനം ചെയ്തപ്പോൾ എങ്ങനെയാണ് ആ ബോയിലിംഗ് ഫ്രോഗ് എഫക്റ്റ് പോലെ സൂക്ഷ്മമായി നമ്മൾ സ്വർഗവാസികളിൽ നിന്ന് പൂർണ്ണമായ അധപ്പതനത്തിലേക്ക് എത്തിയതെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. അതെ, അത് മറക്കാനാവാത്തൊരു ഉദാഹരണമാണ്. ഒടുവിൽ ഈ ഘോര അന്ധകാരത്തിന്റെ കാലത്ത് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ എല്ലാ പരാതികളും പരവശതകളും ഒഴിവാക്കി സ്വയം ഒരു ആത്മീയ ലൈറ്റ് ഹൗസായി, ഒരു പ്രകാശരത്നമായി ഉറച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും നമ്മൾ ചർച്ച ചെയ്തു. വളരെ മനോഹരമായ ആശയങ്ങൾ ഇവിടെ വ്യക്തമായി. ഇത് കേൾക്കുന്ന താങ്കൾക്ക് സ്വയം ജീവിതത്തിലേക്കിതൊന്ന് ബന്ധിപ്പിച്ചു നോക്കാവുന്നതാണ്. ഓഫീസിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിനുള്ളിൽ തന്നെയോ വലിയൊരു ബഹളമോ പ്രശ്നമോ നടക്കുമ്പോൾ ചുറ്റും നടക്കുന്നതൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഒരു നിമിഷം കണ്ണടച്ച് ഇങ്ങനെയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നല്ലൊരു ചിന്തയാണ്. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളൊന്നുമല്ല, ആ ചിലന്തി വലയിലെ ഇലയുമല്ല. ഞാൻ പൂർണ്ണമായും സ്വതന്ത്രനായ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രകാശരത്നമാണ്. ആ ഒരു നിമിഷത്തെ അവബോധത്തിൽ ഭൗതികതയുടെ ആ ചിലന്തിവലയിൽ നിന്ന് താങ്കളുടെ ബുദ്ധി പുറത്തു കടക്കുമ്പോൾ ഇതുവരെ താങ്കൾ കാണാത്ത പുതിയ ഏതൊക്കെ വഴികളായിരിക്കും ആ ലൈറ്റ് ഹൗസിന്റെ പ്രകാശത്തിൽ താങ്കൾക്ക് മുൻപിൽ തെളിയുക? ഈ ആത്മീയ യാത്ര താങ്കളുടെ ജീവിതത്തിൽ എന്തു മാറ്റങ്ങളാണ് കൊണ്ടുവരിക? ഈയൊരു ചോദ്യം താങ്കളുടെ ചിന്തയ്ക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ച നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. ബാബയുടെ കൂടുതൽ ഉൾക്കാഴ്ചകളും പുതിയൊരു വിഷയവുമായി അടുത്ത ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം. എപ്പോഴും ആ പ്രകാശരത്നമായി തിളങ്ങി നിൽക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. ഓം ശാന്തി.